കുറച്ച് ദിവസമായി തന്നെ AMMA എന്ന മലയാള സിനിമ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അക്കൂട്ടത്തിലൊന്ന് തന്നെയാണ് അൻസിബ ഹാസനും ടിനി ടോമും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള പ്രശ്നം. എന്നാൽ ഇപ്പോൾ അൻസിബ ഹാസനെതിരെ വലിയൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നടി ലക്ഷ്മിപ്രിയ. തന്നെ അപകീർത്തിപ്പെടുത്തുക, തൻ്റെ രീതിയിലുള്ള മോശം കാര്യങ്ങൾ സംസാരിക്കുക, തൻ്റെ മകളെ പോലും വലിച്ചിഴയ്ക്കുക, 10 വയസ്സുള്ള കുഞ്ഞാണെന്ന് പോലും ബോധമില്ലാതെ ആ കുഞ്ഞിനെയും കൂടി വലിയ പ്രശ്നത്തിലേക്ക് വലിച്ചിടുക, ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരാൾ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ലക്ഷ്മിപ്രിയയും അൻസിബയും ഒക്കെ. ഇത്തരത്തിലൊരു പരാതിയാണ് അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ നടത്തിയിരിക്കുന്നത്. 10 കോടി രൂപയാണ് ലക്ഷ്മിപ്രിയ ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇങ്ങനെയാണ് അൻസിബയ്ക്കെതിരെ ഇപ്പോൾ വാർത്തയായി പുറത്തെത്തിക്കുന്നത്. 10 വയസ്സുള്ള മകളെ അധിക്ഷേപിച്ചു, 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ രംഗത്തെത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തത് ഇതേ വാർത്ത തന്നെയായിരുന്നു. നടിയുടെ വാക്കുകളിലൂടെ തുടർന്ന് വായിക്കാം. പരാതിയായിട്ട് പോലും പറയാൻ കഴിയില്ല. എൻ്റെ ഒരു വിഷമം, എനിക്കുണ്ടായ പ്രശ്നങ്ങൾ, അതുമാത്രമേ ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ഗൗരവപൂർണമായി എടുക്കണമെന്നോ ചർച്ച ചെയ്യണമെന്നോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് സംഘടനയിൽ പോലും ഞാൻ അത് പറയാതിരുന്നത്. എന്നോ കഴിഞ്ഞുപോയ രണ്ടുപേരും പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുത്ത പോലൊരു കാര്യം തന്നെയാണ്. ക്ഷമ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ 20 മിനിറ്റ് മാത്രമാണ് ഞാനും അൻസിബയും SIയും എല്ലാം കൂടിയിരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അൻസിബ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അൻസിബ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യുകയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമാണ്. ബാക്കി 35 മിനിറ്റ് 20 സെക്കൻഡ് സമയം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അത് റെക്കോർഡായി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു. എന്നോ കഴിഞ്ഞൊരു കാര്യമാണ് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. ശേഷം മെയ് പകുതിയോടുകൂടി പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയ വിവാദമുണ്ടാക്കിയതിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ട്. അത് അന്വേഷിക്കപ്പെടണം. അൻസിബ കോടതിയെ സമീപിച്ചിട്ടോട്ടെ. ഞാനും 10 കോടിയുടെ മാനനഷ്ട കേസ് നാളെ തന്നെ ഫയൽ ചെയ്യും. 2 മിനിറ്റ് ഫോണിൽ തീരുമാനിച്ചിരുന്ന പരാതിക്ക് കൃത്യമായി മറുപടി തരാനോ സംസാരിക്കാനോ അൻസിബ തയ്യാറായില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് പരാതി കൊടുത്തത്. പരാതിയിൽ അൻസിബ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. വലിയ സംഭവം ഉണ്ടാക്കിയെന്ന പ്രതിച്ഛായ ഇകഴ്ത്തുന്ന വീഡിയോ വിധത്തിൽ, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എൻ്റെ മകൾക്ക് 10 വയസ്സാണെന്ന് പോലും മറന്ന് ആ മകളെ കൂടി അധിക്ഷേപിച്ചുകൊണ്ടാണ് അൻസിബ സംസാരിച്ചത്. എൻ്റെ മകൾ തൃപ്പൂണിത്തുറ SIയുടെ മേശപ്പുറത്ത് കയറിയിരുന്ന് കളിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് വരെ അധിക്ഷേപിച്ചു. എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് ആ കുട്ടിയോട് മോശമായി പറഞ്ഞുവെന്നും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ അധിക്ഷേപങ്ങൾക്കും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. അൻസിബയുടെ പ്രശ്നം ട്രിഗറാകുന്ന വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചതാണ്. അമ്മയുടെ സഞ്ജീവനി എന്ന പദ്ധതി വേണ്ടിയാണ് ഫണ്ട് സ്വീകരിച്ചത്. മതചിഹ്നം വരരുത് എന്നതാണ് അൻസിബയുടെ പ്രശ്നം. കലാകാരന്മാർക്ക് എന്ത് ജാതി എന്ത് മതം, മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇതാണ് ലക്ഷ്മിപ്രിയ പറയുന്ന ഒരു കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.